നമസ്കാരം. എൻ്റെ പേര് രാജേഷ് കൃഷ്ണൻ. തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസർ കമ്പനി എന്ന വയനാട്ടിലെ ഒരു ഫാമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ CEO ആണ്. ഞങ്ങൾ വയനാട്ടിലെ പരമ്പരാഗത നെല്ലിനങ്ങൾ ചെയ്യുന്ന ജൈവ കർഷകരുടെ ഒരു സംഘമാണ്. 2017 മുതൽ ഒരു ഫാം പ്രൊഡ്യൂസർ കമ്പനിയായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു. കേര പദ്ധതിയെപ്പറ്റി കേൾത്ത നാൾ മുതൽ വളരെയധികം കൗതുകത്തോടെയും ആവേശത്തോടുകൂടിയും ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഗവൺമെൻറ് ഇനിഷ്യേറ്റീവാണ് കേര. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന രണ്ട് മേഖലകൾ, ഇന്ന് കർഷകർക്ക് ആശങ്കകളുള്ള രണ്ട് അനിശ്ചിതാവസ്ഥകൾ, അത് കാലാവസ്ഥയുടെ അനിശ്ചിതാവസ്ഥയുണ്ട്, വിപണിയുടെ അനിശ്ചിതാവസ്ഥയുണ്ട്. ഈ രണ്ട് അനിശ്ചിതാവസ്ഥകൾക്കും ഒരു പരിഹാരം തേടുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഞങ്ങൾ കേരയെ കാണുന്നത്. ഇന്നത്തെ ഒരു ഫോർമൽ മീറ്റിംഗ് ഇന്ന് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്ന ഒരു വർക്ക്ഷോപ്പിൽ. വളരെയധികം സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹാരങ്ങൾ തേടുന്ന ഒരു പ്രക്രിയയാണ് കേരയിൽ ഇതുവരെയായിട്ട് കണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വളർന്നു വരുന്ന കർഷകരുടെ സംഘം എന്ന നിലയ്ക്കുള്ള ചില ആശങ്കകളും നമുക്ക് ഈ കേര പദ്ധതിയോട് ചേർത്ത് കാണാൻ ഒക്കുന്നുണ്ട്. ഞാൻ നേരത്തെയുള്ള ഡിസ്കഷനുകൾ ഞാൻ ഉൾപ്പെടെയുള്ള കർഷക പ്രതിനിധികൾ അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. നമ്മൾ പ്രൊഡക്റ്റീവ് അലയൻസ് പോലെയുള്ള ആശയങ്ങൾ വരുമ്പോഴത്തേക്കും പലപ്പോഴും കർഷക കൂട്ടായ്മകൾ ഒരു സപ്ലൈ ചെയിൻ്റെ ഒരു കണ്ണിയായി മാത്രം മാറിപ്പോകുമെന്നും, എന്തിനാണോ നമ്മൾ FPCs രൂപീകരിച്ചത്, എന്തിനാണോ നമ്മൾ മാർക്കറ്റുമായി എൻഗേജ് ചെയ്യാനും മാർക്കറ്റിൽ നമ്മുടെ നില മെച്ചപ്പെടുത്താനും ആഗ്രഹിച്ചുകൊണ്ട് FPCs രൂപീകരിച്ചതോ അതിന് വിപരീതമായി ഇത് ചെന്ന് ചേരുമോ എന്നുള്ളൊരു ആശങ്കയും ഇവിടെ പറയുകയുണ്ടായി. ഞാൻ മാത്രമല്ല, പല കർഷക പ്രതിനിധികളും FPC പ്രതിനിധികളും അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. ആ ആശങ്കകൾക്കുള്ള പരിഹാര മാർഗങ്ങളും ഇതിൽ ചേർക്കുന്നതാണെന്ന് കേര പ്രതിനിധികൾ പറയുകയുണ്ട്. അപ്പം അങ്ങനെയൊരു ആശ്വാസം നൽകിയിട്ടുണ്ട്. തീർച്ചയായും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും വിപണിയുടെ വ്യതിയാനത്തിൻ്റെയും കാലത്ത് കേര പോലെയുള്ള പദ്ധതികൾ കേരളത്തിലെ കർഷകരുടെ ഒരു വലിയ ആവശ്യമായി തന്നെ വരും.